ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രഖ്യാപനവുമായി കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ സാന്തോം നഗറിലേക്ക് നടന്ന മാർത്തോമ തീർത്ഥാടന പദയാത്രയിൽ ആയിരങ്ങൾ അണിചേർന്നു. ഭാരത അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തിന്റെ 1972 വാർഷികവും യുവജന വർഷാചരണവും ഉൾക്കൊള്ളിച്ചായിരുന്നു പദയാത്ര. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ, മാള ഫൊറോന, പുത്തഞ്ചിറ ഫൊറോന എന്നിവിടങ്ങളിൽ നിന്നും രാവിലെ ആരംഭിച്ച പദയാത്രയിൽ രൂപതയിലെ 141 ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും വൈദികരും സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും പങ്കെടുത്തു. കത്തീഡ്രലിൽ നിന്നുള്ള പദയാത്രയ്ക്ക് മാർ പോളി കണ്ണുകാടൻ നേതൃത്വം നൽകി. 3 ദിശയിൽ നിന്നുമുള്ള പദയാത്രകൾ സാന്തോം നഗറിൽ സംഗമിച്ചപ്പോൾ മാർ പോളി കണ്ണുകാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. വികാരി ജനറൽമാർ, മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികരായി. തീർത്ഥാടന നഗറിലെ കൽവിളക്കിൽ ബിഷപ്പും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മുഖ്യശാന്തി സത്യധർമ്മനടികളും യുവജന പ്രതിനിധികളും രൂപത പാസ്റ്ററൽ കൗൺസിൽ സംഘടനാ ഭാരവാഹികൾ എന്നിവരും തിരിതെളിയിച്ചു. കത്തിച്ച ദീപങ്ങൾ ഉയർത്തിപ്പിടിച്ച് തീർത്ഥാടകർ വിശ്വാസ പ്രഖ്യാപന പ്രതിജ്ഞ ചൊല്ലി. മുഖ്യ ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ ഏവർക്കും നന്ദി പറഞ്ഞു. യുവജന ലീഡേഴ്സ് ആൽവിൻ ജോയ്, അലക്സ് ഫ്രാൻസിസ്, അലൂഷ്യസ് CP, ആൽവിൻ ആൻഡോ, മാർഷൽ പോൾ, മരിയ വിൻസെന്റ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഈ യുവാക്കൾക്ക് സാധിക്കട്ടെ. കടലും കരയും താണ്ടി AD 52 മാർത്തോമാ ശ്ലീഹ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂര്, മുസീരീസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിലേക്ക്, പുണ്യഭൂമിയിലേക്ക് കൂട്ടായ്മയോടുകൂടെ, കൂട്ടുത്തരവാദിത്വത്തോടുകൂടെ, ചൈതന്യത്തോടുകൂടെ യാത്ര ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളുടെ പദയാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരും കത്തുകൂടി പോകാൻ പാടില്ല. നമുക്ക് വഴി